കുട്ടികള് സ്കൂൾ വിട്ടിട്ട് ഒന്നിച്ചാണ് വീട്ടിലേക്ക് പോകാറ്. ആ സമയത്ത് പാർവതി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ കാറിൽ വന്ന് അവളോട് കയറാനായിട്ട് പറയുന്നുണ്ട്. പാർവതി തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അമ്പിളിയോട് കാറിൽ കയറി നിന്റെ റൂട്ടിൽ ഇറക്കി തരാന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന വഴിക്ക് പാർവതി അവളുടെ അച്ഛനോട് ഒപ്പനയിൽ പുതുമാട്ടി അവളാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അമ്പിളി ആയിരുന്നു ആ ഒരു ഒപ്പനയിൽ പുതുമാട്ടി ആകേണ്ടിരുന്നത്. അവൾ കറുത്തിട്ടാണെന്നും പറഞ്ഞിട്ട് ടീച്ചർ അവളെ മാറ്റി പാർവതിയെ ആക്കാണ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ പാർവതിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അമ്പിളിയെ ഇറക്കിയതിനു ശേഷം പാർവതിയുടെ അച്ഛൻ അവളോട് പറയാണ്, ഇനി ഒരിക്കലും നീ ആ ഒരു പെണ്ണിന്റെ കൂടെ നടക്കരുത്. ഇനി എങ്ങാനും നീ ആ ഒരു പെണ്ണിന്റെ കൂടെ റോഡിലൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ബോർഡിംഗ് സ്കൂളിലാക്കുന്നു. കാരണം എന്താന്ന് പാർവതി ചോദിക്കുമ്പോ അവളൊക്കെ താഴ്ന്ന ജാതിക്കാരാ, നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാ, എന്താ താഴ്ന്ന ജാതിക്കാരായിട്ടൊന്നും നമുക്ക് കൂട്ട് വേണ്ടെന്ന് പറയാണ്. പാർവതിക്ക് ഈ താഴ്ന്ന ജാതി എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അമ്പിളിയുടെ അച്ഛനായിട്ടുള്ള വേണുവിന്റെ ഓഫീസിലും അവനൊരു കറുത്ത ആളായതുകൊണ്ടും പിന്നെ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടും അവിടുത്തെ പ്യൂണാന്ന് വെച്ചാൽ അവനക്ക് ഒരു വിലയും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവനോട് അവന്റെ നിറം പറഞ്ഞും ജാതി പറഞ്ഞൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേണുവിനും അവിടെ ഒരുപാട് സങ്കടം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. വീട്ടിൽ വന്ന അമ്പിളിയും എല്ലാവരും കറുത്തതാണെന്നും പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കുറച്ച് ടിപ്സ് ഒക്കെ നോക്കിയിട്ട് മഞ്ഞളും കാപ്പിപ്പൊടിയും ഒക്കെ കലക്കി മുഖത്തിടുന്നുണ്ട് വെളുക്കാനായിട്ട്. ആ സമയത്താണ് അച്ഛൻ അവിടേക്ക് വരുന്നത്. അമ്പിളിയെ അച്ഛൻ വിളിച്ചോണ്ട് തന്നെ അവൾ അത് കഴുകി കളഞ്ഞിട്ട് അച്ഛന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളുടെ മുഖത്ത് ആ കളർ ഇരിക്കുന്നത് കണ്ട അച്ഛൻ വിചാരിക്കാണോ ഒപ്പനയിൽ അവള് പുതുമാട്ടി ആവുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന്റെ മേക്കപ്പ് ചെയ്തേക്കുന്നതാണെന്ന്. ആ മേക്കപ്പ് ഒക്കെ തുടച്ചു കളയാനായിട്ട് അച്ഛനും പറയുന്നുണ്ട്. അപ്പോഴും തന്റെ അച്ഛനോട് അവള് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വൈകിട്ട് അച്ഛനാന്ന് വെച്ചാൽ ചായ കുടിക്കുന്ന സമയത്ത് അവളോട് ഒപ്പനയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയോന്ന് ചോദിക്കുമ്പോഴാണ് അവള് ഞാൻ കറുത്തതായോണ്ട് എന്നെ മണവാട്ടി ആക്കിയില്ല എന്നെല്ലാം പറയുന്നത്. ഇത് കേട്ട് അച്ഛനും നല്ല വിഷമാവുന്നുണ്ട്. പക്ഷെ അവനക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് രണ്ടുപേരും കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവളാന്ന് വെച്ചാൽ കൈ കിട്ടിയ ഫെയർനെസ് ക്രീം ഒക്കെ അച്ഛനോട് ബില്ല് ചെയ്യാനായിട്ട് പറയാണ്. അവന് ഒരു മടിയും കൂടാതെ തന്റെ മകൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. വീട്ടിൽ വന്ന അമ്പിളിയും കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ക്രീമൊക്കെ മുഖത്ത് തേക്കാണ് വെളുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴായി പിന്നെ പാർവതി അമ്പിളിയെ വെയിറ്റ് ചെയ്യാതെ സ്കൂൾ വിട്ട് അപ്പൊ തന്നെ പോകുമായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് പാർവതി അവളോട് ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ നിന്റെ കൂടെ കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. സ്കൂളിൽ വെച്ച് നമ്മ കൂട്ടുകൂടിയാല് അച്ഛനൊന്നും അറിയാൻ പോകുന്നില്ല, ഈ താഴ്ന്ന ജാതിയാണെന്ന് അച്ഛൻ പറയുന്നത്. അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ഫുഡ് ഷെയർ ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. അതിനിടക്ക് പാർവതി അമ്പിളിയോട് നീ ഒന്ന് തിളങ്ങുന്നുണ്ടല്ലോ, ഒന്ന് വെളുത്തിട്ടുണ്ടോ നീ എന്ന് ചോദിക്കാണ്. അത് അമ്പിളിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട്. അവള് ഫുഡ് കഴിച്ച് മുഖം കഴുകാനായിട്ട് പോകുമ്പോ വാ പോലും നന്നായി കുപ്പിക്കുന്നില്ല. അവളുടെ മേക്കപ്പ് പോകുന്നു വിചാരിച്ചിട്ട് ചോറ്റുപാത്രത്തില് അവളുടെ മുഖം അവള് നന്നായി നോക്കുന്നുണ്ട്, താൻ വെളുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ പൈസ കാണുന്നില്ല ഒരു രാക്ഷസി ടീച്ചർ വന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെ ബാഗും ചെക്ക് ചെയ്യുന്നുണ്ട്. ആ രാക്ഷസി ടീച്ചർക്ക് അമ്പിളിയെ ആയിരുന്നു ഡൗട്ട്. അമ്പിളിയാണോ ആ ഒരു പൈസ എടുത്തിരിക്കുന്നത്? ഈ ഒരു പെങ്കൊച്ച് കറുത്തതിന്റെയും ജാതിയുടെയും പേരിൽ സ്കൂളിൽ അനുഭവിക്കുന്ന ഭയങ്കര ദുഷ്ടത്തരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.